ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ വീക്ക് ഓഫ് കഴിഞ്ഞൊരു ദിവസമാണ്. ഞാൻ വീക്ക് ഓഫിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഇന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി നീറ്റിക്കുകയാണ്. എന്താ അറിയില്ല, നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യം ഭയങ്കര ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റിക്കുകയാണ്. ഇനി ഒരു ചെറിയ കട്ടൻ ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇവിടെ പഞ്ചസാരല്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തെ കടയിൽ പോയിട്ട് പഞ്ചസാര മേടിക്കണം. പക്ഷെ മടിയായിട്ട് ഇറങ്ങാനും വയ്യ. പക്ഷെ നമുക്ക് പഞ്ചസാര മേടിച്ചിട്ട് വരാം കേട്ടോ. നെറ്റുമ്പോൾ കണ്ടോ പുതിയ അതിഥികൾ വരുന്നുണ്ട്. അത് മേ ബി എനിക്കിങ്ങനെ ടെൻഷൻ ആയതുകൊണ്ടാവാം. സ്ട്രെസ്ഫുൾ ലൈഫല്ലേ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ പറഞ്ഞ കേട്ടോ. ചിലപ്പോൾ ഇത് ഉറക്കക്കുറവും കാരണം കൊണ്ട് വന്ന കുരു ആവാം. അപ്പോൾ എന്തായാലും നമുക്ക് പഞ്ചസാര മേടിക്കാൻ വേണ്ടിയിട്ട് അടിയിട്ട് പോയിട്ട് വരാം ഗൈസ്. ഈ ടീഷർട്ടിൻ്റെ അടിയിൽ ഒരു പാൻറ് ഇട്ട് ഇറങ്ങിയാൽ മതി. പക്ഷേ പാൻറ് ഇടാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ മേലെ ഒരു ഫ്രോക്ക് എടുത്തിട്ടിരിക്കുകയാണ്. അതിൽ ടീഷർട്ടും ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാം. ഈ ഒരു കപ്പ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഈ ഒരു കപ്പ് ഞാൻ ആദ്യം പുറത്തേക്ക് ഒന്നും എടുക്കാതെ ഷെൽഫിൽ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു കപ്പ് എന്തിനാ മേടിച്ച് നിൽക്കുന്നത്, ഷെൽഫിൽ എടുത്തേക്കാനാണെന്നൊക്കെ ചോദിക്കട്ടെ എന്നോട്. അപ്പോൾ എനിക്ക് കുറച്ച് വലിയ ഗ്ലാസിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ കപ്പട് പുറത്തെടുത്തു. ഇപ്പോൾ ഇതാണ് എൻ്റെ കപ്പ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൽ ചായ കുടിക്കുന്നു, കുറേ ചായ കൊടുക്കും. എനിക്ക് എപ്പോഴും കുറേ സാധനം കൊടുക്കുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ക്രീം ബണ്ണും കൂടി മേടിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പഞ്ചസാര അടിക്കാനല്ല പോയത്, അപ്പോൾ ചായക്ക് എന്തെങ്കിലും കൂടെ കഴിക്കാൻ വേണ്ടേ. അപ്പോൾ ഞാൻ ഒരു ക്രീം ബണ്ണും കൂടി മേടിച്ചു കേട്ടോ. ഇത് അടിപൊളി ക്രീം ബണ്ണാണ്. ഇവിടുത്തെ ഇതിൻ്റെ പേര് ഷാലോം ബേക്കേഴ്സോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് കേട്ടോ. പക്ഷെ ഈ സാധനം സീനായിട്ടാട്ടോ. ഈ സാധനം സീനായിട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടുന്ന് മേടിച്ച് കഴിച്ചു. പിന്നത്തെ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് അവിടെ സ്റ്റോക്ക് ഉണ്ടായില്ല. 2-3 പ്രാവശ്യം പോയപ്പോൾ സ്റ്റോക്ക് ഉണ്ടായില്ല. ഇന്നാണ് ഇപ്പോൾ ഇത് കിട്ടുമ്പോൾ തന്നെ കയ്യോടെ ഞാൻ മേടിച്ചിട്ട് നല്ല രസം കഴിക്കാൻ. സോ ഗൈസ്, ഈ ഒരു ക്രീം ബണ്ണിന് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നല്ലേ ക്രീം ബണ്ണ് കഴിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടി ഇവിടെ മാത്രം കിട്ടുന്ന സാധനമാണ്. കാരണം ഇവിടുത്തെ ഏതോ ബേക്കറിയിൽ ഉണ്ടാകുന്ന സാധനം തോന്നുന്നു. കാരണം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സൂപ്പർ ഐറ്റം. സോ ഗൈസ്, ഞാൻ ഈ ക്രീം ബണ്ണും ചായയും കൂടി കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ്, നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ, അത് സ്കിപ്പ് അടിക്കണ്ട. ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് പർപ്പിളിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാതിരിക്കുകയായിരുന്നു. പൈസ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ചു. കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം ഗൈസ്. സോ ഗൈസ്, ഞാൻ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിക്കണമെന്ന് അറിയാണ്ട് അതിന് വേണ്ടി ഓപ്പൺ ചെയ്തതാട്ടോ. ഞാൻ സാധനമൊന്നും നേരത്തെ തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ സാധാരണ ഈ പർപ്പിൾ വരുന്നത് പെട്ടിയിലല്ലേ വരാറ്. ഇപ്രാവശ്യം കവറിൽ വന്നു. മറ്റേത് പെട്ടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. മേ ബി ഇത് കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു കവറിലാക്കി തന്നിട്ടുണ്ടാവുക. എന്തായാലും സാധനം നമ്മളെ കയ്യിൽ കിട്ടി. എനിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ചെന്ന് ഇരിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് എന്താ എനിക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. നിങ്ങളെ ബോറടിപ്പിക്കാത്ത വിധത്തിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ നമുക്ക് വന്നിട്ടുള്ളത് ഒരു അലോവേറ ജെല്ലാണ്. ഞാൻ ഗുഡ് വൈബ്സിൻ്റെ അലോവേറ ജെല്ലാട്ടോ മേടിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനല്ല, എനിക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഞാൻ ബാഗ്സ് യൂസ് ചെയ്തിട്ട് ഹെയർ മുടി കെട്ടാറുള്ളത്. അപ്പോൾ അത് മാറ്റി പിടിച്ചിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മുടി അത്യാവശ്യത്തിലേറെ കൊഴിയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സാധനം കൊണ്ട് മുടി കെട്ടിച്ച് നല്ലതല്ല. അപ്പോൾ ഈ ഒരു അലോവേറ ജെല്ലാട്ടോ ഞാൻ മേടിച്ചത്. ഇത് ജെല്ലല്ല, ജസ്റ്റ് അലോവേറൻ്റെ ഒരു ജെൽ മോഡൽ ബേസ്ഡ് സാധനം. നമുക്ക് ഫേസിനും ഹെയറിനൊക്കെ നല്ല വന്നിട്ട് മേടിച്ചത് കേട്ടോ. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ എത്ര വലുതാന്ന് വിചാരിച്ചില്ല. പക്ഷേ അത്യാവശ്യം നല്ല വലുപ്പുണ്ട്. കണ്ടോ, എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊള്ളുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നാണ്. പിന്നെ ഈ ഒന്നെന്തായിരുന്നു ഈ ഒന്നെന്ന് പറയുന്നത് ആപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി ലീഫാണ് മേടിക്കാൻ വിചാരിച്ചത്. അത് ഞാൻ കാർട്ടിലിട്ട് വെച്ചു. തലേ ദിവസം കാർട്ടിലിട്ട് വെച്ചു. പിറ്റേ ദിവസം ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അത് സ്റ്റോക്ക് ഔട്ടായി.
അത്രക്കുണ്ട് എൻ്റെ ഭാഗ്യം. അപ്പം ഞാൻ ലാബ്സ് ഗുഡ്നസിൻ്റെ ഈ ഒരു റോസ്മേരി വാട്ടർ തന്നെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ ലീഫ് പിന്നെപ്പോഴും വരുന്ന സമയത്ത് നമുക്ക് അപ്പം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മേടിച്ചു. പിന്നെ വേറൊരു സാധനം, ഇത് ഡെർമഡോക്കിൻ്റെ ലിപ് ബാമാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. പിന്നെ ഗൈസ് ഇതിൻ്റെ കൂടെ ഫ്രീ ബീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുണ്ട് എന്ന് വിചാരിച്ചു. ഫ്രീ ബീസ് ആയിട്ട് എനിക്ക് റോസ്മേരിയുടെ ഹെയർ ഗ്രോത്ത് കണ്ടീഷണറാണ് കേട്ടോ ഗുഡ് വൈബ്സ് തന്നത്. ഗുഡ് വൈബ്സ് തന്നാൽ ഗുഡ് വൈബ്സിൻ്റെ കണ്ടീഷണറാണ് തന്നത്. ഞാൻ നല്ല ഇത്തിരിയെങ്കിലും ഒരു മോയ്സ്ചറൈസറിൻ്റെ വലുപ്പെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയ സമ്മാനം എന്താ എങ്ങനെ അറിയോ? ഈ കണ്ടീഷണർ ഞാൻ എവിടെ തേച്ചാലേ ശരിയാവുക? ഇത്രയേ ഉള്ളൂ അത്. ഞാൻ ഫ്രീ ബീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വൻ തട്ടിപ്പ് ഗൈസ്, ഒന്നും പറയാനില്ല. ഞാൻ ഇതല്ല, ഇപ്പം നമ്മളെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലിപ് ബാം ഉണ്ടല്ലോ, അത് മേടിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ഇത് മേടിച്ചാണ്. ഇതിൽ 1% ഗ്ലൂട്ടാത്തിയോൺ പ്ലസ് 2.5% ആർഗോട്ടിൻ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ലിപ് ബാം ആണ്. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയുന്നത് കേട്ടോ. കൊള്ളാവോ അല്ലേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതേ. ഗൈസ് അത്യാവശ്യം വേറെ നല്ല ചൂടെടുക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്, എന്താണെന്നറിയില്ല. ഫാൻ ഉണ്ടാവില്ല, ഫാൻ്റെ അകത്ത് അതിൽ ഡിസ്റ്റർബൻസ് ആവും കേട്ടോ. പിന്നെ ഇത് രണ്ട് വലിയ സാധനങ്ങളാണ്, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം ഫേസ് വാഷാണ് കേട്ടോ. കണ്ടോ, ഞാൻ നമ്മളെ ഗർഗറിൻ്റെ ഫേസ് വാഷ് ഉണ്ടല്ലോ, അത് മേടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് കുറച്ച് ഇത്തിരി വില കൂടുതലൊന്നുമില്ല, 200-300 സംതിങ് എന്തോ ആണുള്ളത്. അപ്പം ഞാൻ ഇത് കണ്ടു. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, പണ്ട് മുതലേ പോൺസിൻ്റെ ഫേസ് വാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മഞ്ഞ ഒരു യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ പഴയ പാക്കേജിംഗ് ഉണ്ട്, വൈറ്റും പിങ്കും ആയിട്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ്. ഇത് പെട്ടെന്ന് നമ്മളെ ഫേസ് വന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മേടിച്ചത്. അത് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇത് ഇത്ര വലിപ്പമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 100 സംതിങ് എത്ര ഉള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മേടിച്ചു, കാർട്ടിലിട്ട് മേടിച്ചാട്ടത്. ഇത് നല്ല ഫേസ് വാഷാണ്. ഇത് യൂസ് ചെയ്ത കാരണം കൊണ്ട് എനിക്കറിയാവേ. പിന്നെ ഇത് ഗുഡ് വൈബ്സിൻ്റെ തന്നെ വാനില പ്ലസ് കാരമൽ നിയാസിനമൈഡ് ഹൈഡ്രേറ്റിംഗ് ബോഡി ലോഷനാണ്. ഞാൻ ബോഡി ലോഷൻസ് അങ്ങനെ യൂസ് ആക്കാറില്ല, പക്ഷെ ബോഡി ലോഷൻസ് യൂസ് ആക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു ഫ്രേഗ്രൻസ് ഉള്ള ബോഡി ലോഷൻ തന്നെ യൂസ് ആക്കി കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വീട്ടിലുണ്ടായ സമയത്ത് അമ്മ ബോഡി ലോഷൻ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഇടയ്ക്ക് പോലും ഞാൻ എണ്ണ തേച്ച് കുളിക്കാത്ത കാരണം കൊണ്ട്, തലയിൽ എണ്ണ തേക്കും, മേത്ത് എണ്ണ തേക്കാത്ത കാരണം കൊണ്ട് മേത്തൊക്കെ ഒരു ഡ്രൈനെസ്, ചില സമയത്ത് ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരു മോയ്സ്ചറൈസർ മേടിച്ചു. ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ മണം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. മണത്തിൻ്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കും. ഞാൻ ഫ്രേഗ്രൻസ് ഉള്ള ബോഡി ലോഷൻസ് ഒന്നും യൂസ് ആക്കിയിട്ടേ ഇല്ല കേട്ടോ. ഞാൻ വാസ്ലിൻ്റെ അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനത്തെ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ മേടിക്കുന്നത്. ഇതിൻ്റെ മണം നമുക്ക് നോക്കി നോക്കാം. നല്ല രസകരമാണ് കേട്ടോ. ഇത് കാരമൽ വാനിലാണല്ലോ, അപ്പം അങ്ങനത്തെ ടൈപ്പ് മണം കിട്ടും. നല്ല രസമുണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ട് പറയേണ്ട രസമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ സാധനമാണ് ഞാൻ മേടിച്ച് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞു ഗൈസ്. നമുക്ക് വേറെ പണിയിലോട്ട് പോകാം. ഗൈസ് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു സംഭവം ഉണ്ടായി. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഈ പർപ്പിളിൻ്റെ എല്ലാ അൺബോക്സിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിൽ പോയിട്ട് ഇരുന്നിട്ട് ഷെഫ് കാക്കാക്കിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മെസ്സേജ് അയച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഷെഫ് കാക്ക അയ്യോ നാട്ടിലെത്തിയത് ഞാൻ. അപ്പോൾ ഷെഫ് കാക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നാട്ടിലേക്ക് വരുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് ഇന്ന ഡേറ്റിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വർക്കിനൊക്കെ നിൽക്കല്ല. അത് കാരണം കൊണ്ട് എനിക്ക് അൽഷിമൽസ് ഉള്ള പോലെയാണ് എൻ്റെ ഒരു സ്വഭാവം പറഞ്ഞത്. ഞാൻ കുറച്ച് മറക്കും ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഷെഫ്ക്കാക്ക വരുന്ന ഡേറ്റ് മാർക്ക് ഷെഫ്ക്കാക്ക വരുന്ന എന്നാണ് ഷെഫ്ക്കാക്ക മെസ്സേജ് കേട്ടോ. അല്ല ഷെഫ്ക്കാക്ക ഇന്നല്ലേ വരുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഷെഫ്ക്കാക്ക് മെസ്സേജ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഷെഫ്ക്കാക്ക വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയർലാൻഡിൽ നിന്ന് കൊറിയൻ നൂഡിൽസ് കൊണ്ടുവരാൻ പറയാച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഷെഫ്ക്കാക്ക ചോദിച്ചു ഞാൻ എന്താ കൊറിയനാണ് വരുന്നത്, അയർലാൻഡിൽ നിന്നല്ലേ ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഇവിടെ വെറൈറ്റീസ് കുറച്ച് കുറവാണ്, അവിടെ ആകുമ്പോൾ കുറച്ച് വെറൈറ്റികൾ കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ മേടിക്കാലോ, അത് മേടിച്ചാലോ എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ട്. കാരണം എനിക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ, വേറെ ഒന്നും മേടിച്ചിട്ട് വേണ്ടി പറയാൻ എനിക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷെഫ്ക്കാക്കോട് പറഞ്ഞു. ഷെഫ്ക്കാക്ക് പറഞ്ഞു ഓക്കെ എൻ്റെ അഡ്രസ്സ് അയക്ക്, ഞാൻ എനിക്ക് ഇത് അയച്ചു തരാമെന്ന് പറഞ്ഞു. നൂഡിൽസിൻ്റെ പാക്കേജിങ് അയച്ചുതരാം, എനിക്കറിയില്ല ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അഡ്രസ്സ് കൊടുത്തു. ഞാൻ ഷെഫ്ക്കാക്ക ആമസോണിൽ നിന്നാണ് അവിടെ തന്നെ ഓർഡർ ആക്കി ഉണ്ടാവാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. എനിക്കൊരു മെസ്സേജ് വന്നിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു
ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയില്ലല്ലോ, പിന്നെ എന്താ അപ്പോൾ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഷെഫ്ക്കാക്ക് വിളിച്ച് ഞാൻ ചോദിച്ചു, ഷെഫ്ക്കാക്ക് ഓർഡർ ആക്കി തന്നിരുന്നു. അപ്പോൾ ഷെഫ്ക്കാക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഓക്കെ നൂഡിൽസിൻ്റെ പാക്കേജിങ് വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പാക്കറ്റ് വന്ന് ഐ മീൻ ഇൻസ്റ്റാമാർട്ടിന് ആൾ വന്ന് കവർ ഞാൻ എടുത്തപ്പോഴാണ് ഞാൻ വേറെ കുറച്ച് സർപ്രൈസിങ് ആവണം. എന്താ ഞാൻ കാണിച്ചു തരട്ടെ, ഞാൻ കാണിച്ച് പറഞ്ഞുതരാം, വെയിറ്റ് ആക്കെ. സോ ഗൈസ്, ഞാൻ പ്രതീക്ഷിച്ചത് നൂഡിൽസിൻ്റെ കവറായിരുന്നു. നൂഡിൽസിൻ്റെ കവർ തന്നെ വന്നത്, പക്ഷെ കവറിന് നല്ല വലുപ്പം കൂടുതൽ. അപ്പോൾ എന്താണ് ഇത്രയും വലുപ്പം എനിക്ക് മനസ്സിലാവില്ല. ഒരു 2-3 നൂഡിൽസ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇത്ര വെയിറ്റും ആവശ്യമില്ല, ഇത്ര വലുപ്പത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഇതിൻ്റെ ഉള്ളിൽ നൂഡിൽസ് മാത്രമല്ലെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നൂഡിൽസ് ഉണ്ട്, കുറേ വെറൈറ്റീസ് നൂഡിൽസ് ഉണ്ട്. ഇങ്ങനെ കേട്ടോ, 2 ഇങ്ങനത്തെ കൊറിയൻ നൂഡിൽസ് ഉണ്ട്, പിന്നെ ഈ ഒരു കൊറിയൻ നൂഡിൽസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ബുൾഡക് റാമനും, ഇതൊക്കെ ഇങ്ങനത്തെ 4 വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ ഇൻസ്റ്റാമാർട്ടിൽ കാണുന്നുണ്ടെങ്കിലും ഞാൻ മേടിക്കാൻ മുതിരാറില്ല, കാരണം പൈസ കൊടുക്കണമല്ലോ. എനിക്ക് എൻ്റെ പപ്പാൻ്റെ സ്വഭാവം നല്ല ഉള്ള കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും സാധനം മേടിക്കാറില്ല. അപ്പം ഇങ്ങനെ 4 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഡയറി മിൽക്ക് ഉണ്ട്. അത് പോരാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫാമിലി പാക്കിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല, തീരെ പറഞ്ഞാൽ തീരെ. കാരണം നമ്മൾ ഒരാളോട് ഇങ്ങനെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അതല്ലേ മേടിച്ചു തരിക. അതിൻ്റെ അപ്പുറത്തേക്ക് മേടിച്ചു തരുന്നത് ഞാനിപ്പോൾ എനിക്ക് ഉണ്ടായിക്കണമെന്ന് ആലോചിച്ചാൽ ഞാനിങ്ങനെ ഈ സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ സാധനം എനിക്ക് മേടിച്ചു തരാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു സാധനം മേടിച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് എപ്പോഴും എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് വലിയൊരു ബ്രദർ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ചെറുതാണുള്ളത്, അപ്പോൾ എൻ്റെ കാട്ടിക്ക് മുതിർന്ന ഒരാളുണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും സാധനം പറയുന്ന സമയത്ത് ആ സാധനം കൊണ്ടുവരാനൊക്കെ എനിക്ക് അങ്ങനെ ഒരാൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഷെഫ്ക്കാക്ക് എനിക്കിത് ഓർഡർ ചെയ്ത് തന്നപ്പോൾ അറിയാതെ എനിക്ക് കരച്ചിൽ വന്നു. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടുള്ള സങ്കടം കേട്ടോ, ആനന്ദാശ്രമാണ് വന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചെറുതായിട്ട് കരഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ മമ്മ വിളിച്ചു, സ്പോട്ടിൽ മമ്മ വിളിച്ചു. മമ്മ അങ്ങോട്ടൊക്കെ എനിക്ക് ഇത് മേടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഇതും കൂടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മക്ക് അപ്പം തന്നെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താണല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഷെഫ്ക്കാക്കാട് ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റിനൊക്കെ പോകാൻ, ഇന്ന് ഷിഫ്റ്റിന് പോകാനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അതെന്താ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് വലിയ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. കുഞ്ഞു കാര്യം കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ഇന്നെന്തോ ഇങ്ങനെ കൂടി കിട്ടിയപ്പോൾ എനിക്ക് ഷിഫ്റ്റിന് പോകാൻ വേണ്ടി ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ആ ഒരു ഹൈപ്പിലാണ് നിൽക്കുന്നത്. ഇത്ര നേരം വീഡിയോ എടുത്തപ്പോൾ ഇത്ര സൗണ്ട് അതിൻ്റെ നിൽക്കുക, പക്ഷേ ഇപ്പോൾ എനിക്ക് ആ സൗണ്ട് വരാൻ കാരണം ഞാൻ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, എനിക്ക് വേറെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു സാധനങ്ങൾ കിട്ടിയത് പറയാം അതിനെ. അപ്പം നമുക്കിനി ചുമ്മാ ഒന്ന് പോയി കുറച്ച് നേരം കിടക്കാം, എന്നാൽ നമുക്ക് നീട്ടിട്ട് നൈറ്റ് ഷിഫ്റ്റിന് പോകാനുള്ളതാണ്. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം വരട്ടെ, എന്തത്ര ക്ഷീണം എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുറച്ച് നേരത്തെ കിടന്ന് നീറ്റ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ബൈ. അപ്പോൾ ഞാൻ ഉറങ്ങി നീറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് നേരം തന്നെ കിടന്നുറങ്ങിയിട്ട് അവിടെ നേരം വഴുകി. അപ്പോൾ ഞാൻ എന്തായാലും വർക്കിന് പോവാണ് ഗൈസ്. നമുക്ക് വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.